നമസ്കാരം. പ്രധാന വാർത്തകൾ. ബി.ജെ.പിക്ക് തിരിച്ചടി. അധ്യക്ഷ സ്ഥാനത്തു നിന്നും ജെ.പി. നദ്ദ ഒഴിയും. ബി.ജെ.പി. ദേശീയ അധ്യക്ഷ സ്ഥാനത്തു നിന്നും ജെ.പി. നദ്ദ ഒഴിയുമെന്ന് അഭ്യൂഹം. നദ്ദയെ രാജ്യസഭാ നേതാവാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. നദ്ദയ്ക്ക് പകരം ശിവരാജ് സിംഗ് ചൗഹാൻ ബി.ജെ.പി. അധ്യക്ഷനായേക്കും. ബി.ജെ.പി. തനിച്ച് 400 സീറ്റ് നേടുമെന്ന പ്രഖ്യാപനം അസ്ഥാനത്താവുകയും ബി.ജെ.പിക്ക് സ്വന്തമായി കേവല ഭൂരിപക്ഷം കിട്ടാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നദ്ദയ്ക്ക് സ്ഥാനം നഷ്ടമാകുന്നതെന്നും സൂചനയുണ്ട്. രാത്രിയിൽ ബൈക്ക് അപകടം. ഓടയിൽ വീണത് ആരും അറിഞ്ഞില്ല. മൃതദേഹം കണ്ടെത്തിയത് പ്രഭാത സവാരിക്കിറങ്ങിയവർ. ചാലുങ്കൽപ്പടിക്ക് സമീപം ഓടയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രഭാത സവാരിക്കിറങ്ങിയവരാണ് മൃതദേഹം കണ്ടത്. ഇത്തിത്താനം പിച്ചേങ്കരി ചേക്കപ്പറമ്പിൽ CR വിഷ്ണുരാജാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. രാത്രി മുഴുവൻ യുവാവ് പരിക്കേറ്റ് ഓടയിൽ കിടന്നു. പ്രദേശത്ത് വെളിച്ചമില്ലായിരുന്നതിനാൽ അപകടം ആരും അറിഞ്ഞില്ല എന്നാണ് വിവരം. പുലർച്ചെ നടക്കാനിറങ്ങിയവരാണ് ചാലുങ്കൽപ്പടിക്കും തറയൽ പാലത്തിനുമിടയിൽ പലചരക്ക് കടയുടെ സമീപം ബൈക്ക് മറിഞ്ഞു കിടക്കുന്നത് കണ്ടത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഓടയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ വിഷ്ണുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഇന്നും കനത്ത മഴ. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. നവജാത ശിശു മരിച്ചു. വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രതിഷേധം. ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചത് ചികിത്സാ പിഴവിനെ തുടർന്നാണെന്നാണ് ആരോപിച്ച് പ്രതിഷേധവുമായി ബന്ധുക്കൾ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം രാത്രി 12ഓടെയായിരുന്നു സംഭവം. വണ്ടാനം സ്വദേശി മനു, സൗമ്യ ദമ്പതികളുടെ 8 ദിവസം പ്രായമായ നവജാത ശിശുവാണ് മരിച്ചത്. കഴിഞ്ഞ 29-നായിരുന്നു പ്രസവം. പ്രസവശേഷം കുഞ്ഞിനെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. പിന്നീട് ബന്ധുക്കളെ കാണിച്ചില്ലെന്നും പറയുന്നു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി. മോദിയുമായി കൂടിക്കാഴ്ച ഇന്ന്. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം സുരേഷ് ഗോപി ഇന്ന് ഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കാൻ തീരുമാനിച്ചതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഇന്ന് നടക്കും. ഉച്ചയ്ക്ക് 3-ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് വിമാനമാർഗമാണ് സുരേഷ് ഗോപി ഡൽഹിയിലെത്തുക.